നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് 2 ലോകളാണ് ഫാരഡേ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഓരോ ലോകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ തന്നെയാണ് പറയുന്നത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് ലോ പറയുന്നത് ഇതാണ്: ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന, നമ്മൾ NaClന്റെ കാര്യം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അവിടെ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആണെങ്കിൽ എന്താ ചെയ്യുക, ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഗ്യാസ് ആണെങ്കിൽ ലിബറേറ്റ് ചെയ്യുക, അതായത് പുറത്തു പോവാണ് ചെയ്യുക, റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ മെറ്റൽ അയോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലിബറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇലക്ട്രോഡിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് എത്ര കറന്റ് പാസ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും അവിടെ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പൊ എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്? Amount of substance liberated or deposited at an electrode is directly proportional to the quantity of electricity passed through it. ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അടുത്തതും കൂടുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ആ ലോ എഴുതാം. ഫാരഡേസ് ഫസ്റ്റ് ലോ: the amount of substance liberated or deposited at an electrode is directly proportional to the quantity of current passed through it. എന്താ എഴുതിയിരിക്കുന്നത്? The amount of substance liberated or deposited at an electrode is directly proportional to the quantity of current passed through it. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കാനായിട്ട് നമ്മൾ W എന്നാണ് കൊടുക്കുക. വെയിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കാൻ W എന്ന് കൊടുക്കുന്നത്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്? ക്വാണ്ടിറ്റി ഓഫ് കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് കറന്റ്. ക്വാണ്ടിറ്റി ഓഫ് കറന്റിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് Q. അപ്പോൾ ഓരോ ടേമും നമ്മൾ സൈഡിൽ എഴുതി കൊടുക്കുക. W എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ക്വാണ്ടിറ്റി ഓഫ് കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ Q, W is proportional to Q. W എന്നുള്ള വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Qവും കൂടുന്നതാണ് അർത്ഥം. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൂടിക്കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും കൂടും. അതാണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിന്റെ അർത്ഥം. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കതൊരു ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റണം. ഇക്വേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ടേമിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിനൊരു ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുക. അപ്പോൾ W ഈക്വൽ ടു ZQ. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് ഇത് Z. Zന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. അത് പഠിച്ചു വെക്കുക. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. Z എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. അപ്പോൾ W ഈക്വൽ ടു ZQ. ഇനി മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. Q, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് I ഇൻറ്റു T, അതായത് കറന്റ് ഇൻറ്റു ടൈം. കറന്റിന്റെ ക്വാണ്ടിറ്റിനെ കാണിക്കുന്നതാണ് Q. I എന്ന് പറയുന്നത് കറന്റ് ഇൻ ആംപിയർ. എത്ര ആംപിയറിലാണ് കറന്റ് അതിലൂടെ പാസ് ചെയ്തത് എന്നുള്ളതാണ് I എന്ന് കാണിക്കുന്നത്. എത്ര സമയത്തേക്കാണ് പാസ് ചെയ്തതെന്നാണ്
ടി കാണിക്കുന്നത്. അപ്പൊ ക്യൂ കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉള്ളതാണ് I ഇൻറ്റു ടി. അപ്പൊ നമുക്ക് ഈ W കാണാൻ മറ്റൊരു ഇക്വേഷനും കൂടെ എഴുതാം. ഏതാണത്? Z. Q എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? I T എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കിട്ടി. W ഈക്വൽ ടു Z I T. അപ്പോൾ Q കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് I ഇൻറ്റു ടി, ദാറ്റ് ഈസ് കറന്റ് ഇൻ ആംപിയർ ഇൻറ്റു ടൈം സെക്കൻഡ്. ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ Q ഈക്വൽ ടു I T എന്നുള്ള ഇക്വേഷനും കൂടെ ഉള്ള കാരണം നമ്മൾ W കാണാൻ മറ്റൊരു ഇക്വേഷനും കൂടെ എഴുതി, ദാറ്റ് ഈസ് W ഈക്വൽ ടു Z I T. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ നേരത്തെ കണ്ടു. സെക്കൻഡ് ലോയിൽ പറയുന്നത് നമ്മൾ രണ്ട് ബീക്കറിലായിട്ട് ചെറുതാക്കി റെപ്രസെന്റ് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. രണ്ട് ബീക്കറിലായിട്ട് നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുന്നുണ്ട്. രണ്ടും വ്യത്യസ്ത ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഒന്ന് എ എന്ന് കൊടുത്തു, ഒന്ന് ബി എന്ന് കൊടുത്തു. വ്യത്യസ്തതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബീക്കർ എടുത്തു, രണ്ട് ബീക്കറിലും ഇലക്ട്രോലൈറ്റ്സ് എടുത്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്പ് ചെയ്തു, ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തു. ഇനി ഈ രണ്ട് ഇലക്ട്രോലൈറ്റ്സിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ കടത്തിവിടുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഓരോ ഇലക്ട്രോലൈറ്റ്സിന്റെ ഇക്വാലന്റ് മാസസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതായത് ഇപ്പോൾ എ എന്നുള്ള ഇലക്ട്രോലൈറ്റ്സില് ഇവിടെ ഒരു ഇലക്ട്രോ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബി എന്ന ഈ ഇലക്ട്രോലൈറ്റിലും ഒരു ഇലക്ട്രോ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലേക്ക് നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യും ഓരോ ഇതിലുള്ള സബ്സ്റ്റൻസ്, അതുപോലെ ഇതിലുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഇതിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഏത് ഇലക്ട്രോലൈറ്റിലാണോ അതിന്റെ ഇക്വാലന്റ് മാസിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒന്നുകൂടെ പറയാം, നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റ്സ് എടുത്തിരിക്കുന്നു, രണ്ട് ഇലക്ട്രോലൈറ്റ്സിലും ഓരോ ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്നിട്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി രണ്ടിലൂടെയും പാസ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോഡിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡ് ഏത് സൊല്യൂഷനിലേക്കാണോ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ഇക്വാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. സെക്കൻഡ് ലോ, when same quantity of electricity is passed through solutions of different electrolytes connected in series. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് കാണിക്കാൻ ജനറൽ ആയിട്ട് എന്ത് കൊടുത്തു? ഒന്നിന് എ എന്നും ഒന്നിന് ബി എന്നും കൊടുത്തു. They are connected in series. Then masses of substance deposited at respective electrodes are directly proportional to their equivalent masses. ഓരോ ഇലക്ട്രോഡ്സിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് പ്രൊപ്പോർഷണൽ? ഇക്വാലന്റ് മാസിനാണ്. നമ്മൾ ഫസ്റ്റ് ലോയിൽ പഠിച്ചത് എന്തായിരുന്നു? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്കാണ് പ്രൊപ്പോർഷണൽ. ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇവിടെ രണ്ടിനും സെയിം ആണ്, അതുകൊണ്ട് അതിനല്ല പ്രൊപ്പോർഷണൽ. ഏതിനാണ് പ്രൊപ്പോർഷണൽ? ഇക്വാലന്റ് മാസിനാണ് പ്രൊപ്പോർഷണൽ. അപ്പൊ നമ്മളിവിടെ രണ്ട് മാസസ് ഉണ്ട് അല്ലെ, അതായത് രണ്ട് ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, WA ഉണ്ട്, അതുപോലെ തന്നെ WB ഉണ്ട്. അപ്പോൾ എ എന്ന ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ഇക്വാലന്റ് മാസിനാണ് പ്രൊപ്പോർഷണൽ. ഇക്വാലന്റ് മാസിനെ കാണിക്കാൻ നമ്മൾ ഏത് ലെറ്ററാണ് കൊടുക്കാറ്? ഇ എന്ന ലെറ്ററാണ് കൊടുക്കാറ്. അത് എ എന്ന ഇലക്ട്രോലൈറ്റിൻ്റെതാണെന്ന് കാണിക്കാൻ എ എന്ന് കൊടുത്തു. അപ്പോൾ WA is proportional to EA. അപ്പോൾ WBO proportional to EB. അപ്പോൾ നമുക്ക് ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റുകയാണ് അടുത്തത്. WA divided by WB equal to EA divided by EB. അതായത് നമ്മളിപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റിന്റെയും ഏതിലും താഴെ കൊടുക്കുന്ന കോൺസ്റ്റന്റും, അപ്പൊ കോൺസ്റ്റന്റ് നമ്മൾ ക്യാൻസൽ ചെയ്തു, പകരം പുതിയൊരു ഇക്വേഷൻ എഴുതി, ദാറ്റ് ഈസ് WA by WB is equal to EA divided by EB. ഇതാണ് സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ. അപ്പൊ രണ്ട് ലോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ് ഇനി പറയുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ്, രണ്ടാമത്തേത് ആനോഡൈസിങ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കോമൺ എക്സാമ്പിൾസ് പറയാം. ഇലക്ട്രോപ്ലേറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ്. ഒന്ന് പറയുന്നത് ഈ ജ്വല്ലറികളിലല്ല ഫാൻസികളിൽ നമ്മുടെ ജ്വല്ലറികളിലുള്ള ഗോൾഡ് ഓർണമെന്റ്സിനെ വെല്ലുന്ന നല്ല റോൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചെമ്പിന്റെ മുകളിൽ ഗോൾഡിന്റെ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡിന്റെ കവറിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇലക്ട്രോപ്ലേറ്റിംഗിന് ഒരു എക്സാമ്പിൾ ആണ്. അതായത്
കോപ്പറിന്റെ മുകളിൽ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡ് കവറിംഗ് കൊടുത്തിരിക്കുന്നു, ഫാൻസി ആഭരണങ്ങൾ. അത് ഈ ഒരു ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ ബുള്ളറ്റിൻ്റെ ഒക്കെ എഞ്ചിൻ അത് വീണ്ടും നമ്മൾ നിക്കലിംഗ് ചെയ്യാന്നൊക്കെ പറയും, അല്ലെങ്കിൽ പ്ലേറ്റിംഗ് ചെയ്യാന്നൊക്കെയാണ് കോമൺ ആയിട്ട് പറയുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യും, അത് നല്ല തിളക്കത്തിലൂടെ ഫുൾ ഫിനിഷിങ്ങിലൂടെ നമ്മൾ വീണ്ടും ഉപയോഗിക്കാറ്, വീണ്ടും കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നത് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്നാണ് ഇനി പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫീരിയർ മെറ്റലിന്റെ മുകളിൽ ഒരു സുപ്പീരിയർ മെറ്റൽ കൊണ്ട് ഒരു കോട്ടിംഗ് നൽകുന്നതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ഇൻഫീരിയർ മെറ്റലിന്റെ മുകളിൽ ഒരു സുപ്പീരിയർ മെറ്റലിന്റെ കോട്ടിംഗ് നൽകുന്നു ബൈ പാസിംഗ് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്തുകൊണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പൊ എന്തിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിനായിരിക്കും ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഒന്ന് അട്രാക്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കെമിക്കൽ അറ്റാക്കിൽ നിന്നൊക്കെ തടയാൻ വേണ്ടി, കെമിക്കൽ അറ്റാക്ക് ഒക്കെ തടയാൻ വേണ്ടിയിട്ട്, കൊറോഷൻ അഥവാ റസ്റ്റിംഗ് തുരുമ്പെടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് മെയിൻ പർപ്പസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് depositing a superior metal on an inferior metal by passing electric current. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എഴുതിയിരിക്കുന്നത്? The process of depositing a superior metal on an inferior metal by passing electric current is called electroplating. അപ്പോൾ സുപ്പീരിയർ മെറ്റൽസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്. സുപ്പീരിയർ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടിംഗ് ചെയ്യുന്ന മെറ്റൽസ്. ഒന്ന് നിക്കൽ പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട്, അപ്പം നിക്കലാണ്. പിന്നെ ക്രോമിയം പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട്, ക്രോമിയം. അതുപോലെ ഗോൾഡ്, പിന്നെ സിൽവർ. അപ്പോൾ ഈ 4 കോമൺ ആയിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന സുപ്പീരിയർ മെറ്റൽസ്, അതായത് കവർ ചെയ്യുന്ന മെറ്റൽസ്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നിക്കൽ, ക്രോമിയം, സിൽവർ, ഗോൾഡ്. ഇതാണ് കോമൺ ആയിട്ടുള്ള സുപ്പീരിയർ മെറ്റൽസ്. ഇൻഫീരിയർ മെറ്റൽസ് എന്ന് പറയുന്നത് കോപ്പർ, അയൺ തുടങ്ങിയതൊക്കെയാണ് ഇൻഫീരിയർ മെറ്റൽസ്. അപ്പോൾ അത് 2 ഇൻഫീരിയർ മെറ്റൽസിന് എക്സാമ്പിൾസ്. അപ്പോൾ നമുക്ക് എഴുതാം സുപ്പീരിയർ മെറ്റൽസ് ഏതൊക്കെയാണ്. സുപ്പീരിയർ മെറ്റൽസിന് എക്സാമ്പിൾസ് ആണ് നിക്കലിനെ Ni എന്നാണ് സൂചിപ്പിക്കുന്നത്, ക്രോമിയം Cr, സിൽവർ Ag, അതുപോലെ തന്നെ ഗോൾഡ് Au. ഓറേഞ്ച് എന്നാണ് ഗോൾഡിന്റെ ലാറ്റിൻ നെയിം. അപ്പോൾ Au എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സുപ്പീരിയർ മെറ്റൽസ്. ഇനി ഇൻഫീരിയർ മെറ്റൽസ് ആണ് പറയുന്നത്. അയൺ, കോപ്പർ ആണ് Cu, മാറിപ്പോരുത്, ക്രോമിയം ആണ് Cr, സിൽവർ ആണ് Ag, ഗോൾഡ് Au എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ സുപ്പീരിയർ മെറ്റൽസിനെ തന്നെ നോബിൾ മെറ്റൽസ് എന്നും പറയും. അപ്പോൾ മറ്റൊരു പേരാണ് നോബിൾ മെറ്റൽസ്, അതുകൂടെ എഴുതി വെക്കാം. ഇൻഫീരിയർ മെറ്റൽസിനെ ബേസ് മെറ്റൽസ് എന്നും പറയും, കാരണം അതിന്റെ മുകളിലാണ് നമ്മൾ കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് പർപ്പസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് അട്രാക്റ്റീവ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊറോഷൻ തടയാൻ വേണ്ടി, അതുപോലെ കെമിക്കൽ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ എഴുതി വെക്കാം, പർപ്പസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. പർപ്പസ് ഒന്നാമത്തെ പറയുന്നത് to give more attractive look. രണ്ടാമത്തെ to resist corrosion, തുരുമ്പെടുക്കുന്നത് തടയാം. To avoid chemical attack. പിന്നെ മെഷീനറിയുടെ ഒക്കെ ഡാമേജ്ഡ് പാർട്സ് നമുക്ക് വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടും ഇലക്ട്രോ പ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഇതാണ്, ഈ 3 അത് പഠിച്ചു വെക്കാം. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്ന സുപ്പീരിയർ മെറ്റൽ, ഇൻഫീരിയർ മെറ്റൽ, അതിന്റെ പർപ്പസ്, 3 പർപ്പസുകൾ. ഇത്രയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഒരു സ്റ്റീൽ സ്പൂണിന്റെ മുകളിൽ എങ്ങനെ നിക്കൽ പ്ലേറ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് വഴി അതെങ്ങനെ നടത്തുന്നു എന്നുള്ളതിന്റെ പ്രൊസീജിയറാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്.
അപ്പോൾ എക്സാമിന് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻഡ് പർപ്പസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ സ്പൂണിൽ എങ്ങനെ നിക്കൽ പ്ലേറ്റിംഗ് നടത്തുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോ പ്ലേറ്റിംഗിന്റെ എക്സാമ്പിൾ തന്നെയാണ്, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുകയാണ്. സ്റ്റീൽ സ്പൂണിന്റെ മുകളിൽ നിക്കൽ പ്ലേറ്റിംഗ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്.